നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയെക്കുറിച്ച്? സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, വൻകിട വ്യവസായികൾ, ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണെന്ന്. അതെ, ഞാൻ പറയുന്നത് ഇല്ലുമിനാറ്റിയെക്കുറിച്ചാണ്. എന്താണ് ഈ ഇല്ലുമിനാറ്റി? സത്യത്തിൽ ഇല്ലുമിനാറ്റി എന്നത് 1776 ജർമ്മനിയിലെ ബാവരിയയിൽ ആദം വൈഷോപ്റ്റ് എന്നൊരാൾ സ്ഥാപിച്ച ഒരു രഹസ്യ സൊസൈറ്റിയായിരുന്നു ഇല്ലുമിനാറ്റി. അറിവ്, യുക്തിചിന്ത, സ്വാതന്ത്ര്യം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക, മതത്തിന്റെ സ്വാധീനം കുറയ്ക്കുക എന്നതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. ജ്ഞാനോദയ കാലഘട്ടത്തിലെ ആശയങ്ങളെ പിന്തുണച്ച ഇവർക്ക് സമൂഹത്തിൽ നല്ല സ്വാധീനം ലഭിച്ചു. എന്നാൽ അധികം വൈകാതെ ഏകദേശം 1785 ബാവരിയ സർക്കാർ ഇവരെ നിരോധിച്ചു. ഇതോടെ യഥാർത്ഥ ഇല്ലുമിനാറ്റി എന്ന സംഘടന ഇല്ലാതായി. പക്ഷേ ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. യഥാർത്ഥ ഇല്ലുമിനാറ്റി ഇല്ലാതായിട്ടും കാലങ്ങളായി അവർ ഒരു രഹസ്യ സംഘടനയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളുടെയും പിന്നിൽ ഇവരാണെന്നും ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഡോളർ നോട്ടിലെ പിരമിഡും സർവ്വജ്ഞാനിയുടെ കണ്ണും ചിഹ്നവും എല്ലാം ഇല്ലുമിനാറ്റിയുടെ ചിഹ്നങ്ങളാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. ഹോളിവുഡ് താരങ്ങൾ, പ്രമുഖ സംഗീതജ്ഞർ, ലോകനേതാക്കൾ ഇവരൊക്കെ ഇല്ലുമിനാറ്റി അംഗങ്ങൾ ആണെന്നും ലോകത്തെ ഒരു പുതിയ നിയമവ്യവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുകയാണെന്നും പ്രചാരണങ്ങളുണ്ട്. അവർ മാധ്യമങ്ങളെയും സാമ്പത്തിക സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇവർ ആസൂത്രണം ചെയ്യുന്നതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും കാര്യമായ തെളിവുകൾ ഇല്ല. ഡോളർ നോട്ടിലെ ചിഹ്നങ്ങൾക്ക് ചരിത്രപരമായ മറ്റു വിശദീകരണങ്ങളുണ്ട്. പ്രശസ്തരായ വ്യക്തികൾ അവരുടെ കലാസൃഷ്ടികളിൽ ഉപയോഗിക്കുന്ന പല ചിഹ്നങ്ങളും വെറും കലാരൂപങ്ങൾ മാത്രമാകാം. ഭാവനയും യഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പ് പലപ്പോഴും ഇവിടെ മാഞ്ഞുപോകുന്നു. ചുരുക്കത്തിൽ, ഇല്ലുമിനാറ്റി എന്നൊരു സംഘടന ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇല്ലുമിനാറ്റി എന്നത് മിക്കവാറും ഒരു കെട്ടുകഥയാണ്. ജനങ്ങളുടെ ഭാവനയിൽ നിന്ന് ഉടലെടുത്ത ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം മാത്രം. ലോകത്ത് എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ അതിനൊരു രഹസ്യ കാരണം കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രവണതയുടെ ഭാഗമാണിത്. ഇപ്പോൾ ഇല്ലുമിനാറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചുവെന്ന് കരുതുന്നു. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് സ്വയം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.